ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് കാണുന്ന ഫുള്ള് അമ്മയുടെയും ആദിക്കുട്ടൻ്റെയും പച്ചക്കറി തോട്ടമാണ്. ബ്രിഞ്ചാൾ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. മാവ് പക്ഷെ ഇത് ഇതുവരെ കായ്ച്ചിട്ടില്ലാന്ന് തോന്നുന്നു. അമ്മ ഇത് കായ്ച്ച മാവാണോ? ഇല്ല, ഇതെന്താന്നറിയോ ചേട്ടാ, എനിക്ക് ഇതെന്താന്നറിയോ, ഇതാണ് പുളിഞ്ചിക്ക. ഞങ്ങളുടെ നാട്ടിൽ ഇരുമ്പമ്പുളി എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ഇരുമ്പമ്പുളി എന്ന് പറയും. ഇതിങ്ങനെ എടുത്തിട്ട് കടിച്ചോ. സൂപ്പർ. മധുരാണോ പുളിയാണോ? പുളി. പുളിയായിരിക്കും. പിന്നെ പുളിക്കിനെ പുളി എനിക്ക് വേണ്ട, പുളി അലർജി. വേണ്ട പോ. എന്താ നീ കാണിച്ചു തരാന്ന് പറഞ്ഞത്? ഇത് കണ്ടോ, എന്ത് അഗസ്ത്യപ്പൂ. അഗസ്ത്യപ്പൂവോ? അഗസ്ത്യപ്പൂ. ഇതെന്ത് പൂവാണ്? അമ്മ പറഞ്ഞുള്ള അറിവ് എനിക്കുള്ളൂ. ഒന്ന് ഉച്ചക്ക് ഇതിന്റെ തോരൻ വെച്ചിട്ടാണ് ഞാൻ ചോറ് കഴിച്ചത്. അല്ല, ശരിക്കും ഇത് ഭയങ്കര മെഡിസിനൽ വാല്യൂ ഉള്ള എന്തോ ഒരു ചെടിയാണെന്നാണ് അമ്മ പറയുന്നത്. ഇതിന്റെ ഇല കറി വെക്കോ പൂവ് കറി വെക്കോ? എനിക്ക് വരാമേ ഗൈസ്, സത്യമായിട്ട് ഉച്ചക്ക് ഞാനിത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ പറഞ്ഞുള്ള അറിവ് എനിക്കുള്ളൂ. ഇലയാണ് കറി വെക്കണേ. പൂവാണ്. ഇലയാണ് കറി വെക്കണേ. അമ്മ അമ്മ അഗസ്ത്യപ്പൂവിന്റെ പൂവാണോ ഇലയാണോ തോരൻ വെക്കണേ? രണ്ടും നല്ലതാ, മനസ്സിലായില്ലേ? അമ്മ ഇതെന്താന്ന് പറയൂ, ഇതിന്റെ ബാക്കിൽ നിൽക്കുന്നേ. ഇത് വലിയ ഇലയുള്ള കണ്ടോ? ഇത് ഞാൻ ഒറിജിനൽ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. ഇതിൽ കസ്തൂരി മഞ്ഞൾ ഉണ്ടായിട്ട് വേണം എനിക്ക് തേച്ച് കുളിച്ച് സുന്ദരിയാവാൻ. കഴിഞ്ഞില്ല, ഇനി കുറ്റിക്കുരുമുളകുണ്ട്, കറിവേപ്പില കണ്ടില്ലേ? കറിവേപ്പില പിന്നെ ആൾക്കാർക്ക് ആർക്കും അറിയാൻ പാടാത്തൊരു സാധനമല്ലോ. തെന്നി വീഴല്ലേ ഇവിടെ. ചീര, പച്ചച്ചീര. ഇത് അവിടെയൊക്കെ ഫുള്ള് മുളച്ച് നിൽക്കുന്നുണ്ട്. ഈ ചീര എന്നോട് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? നിനക്ക് അലർജിയുടെ ലിസ്റ്റിലുള്ള ചീരയല്ലേ അത്? പച്ചച്ചീര. എനിക്ക് ചീരക്ക് അലർജി ഒന്നുമില്ല, വെറുതെ പറയാം. മുരിങ്ങയ്ക്ക അല്ല, മുരിങ്ങയുടെ ചെടി, മുരിങ്ങയുടെ മരം. ഇത് കുറ്റിക്കുരുമുളക്. ഇത് നോക്ക് കഴിച്ച് കിടക്കുന്നേ. ഇതായിരുന്നു പണ്ട് ഞാനും കണ്ണനും ഇങ്ങനെ എഴുതി പഠിക്കുന്നത്. ഇത് ഞാൻ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയോ ഒന്നും വായിക്കാൻ കൂടി പറ്റുന്നില്ല. സ്റ്റാൻഡേർഡാണ് ഇവിടെ. ഞങ്ങൾ പണ്ട് എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇത് ഫുൾ ബോർഡാണ്. ഇത് ബോർഡാണ്. ഇവിടെ കുട്ടികൾ ഇരിക്കുന്നു, ഞങ്ങൾ ക്ലാസ് എടുക്കുന്ന പോലെ ഞാനും അവനും ടീച്ചേഴ്സ് ഞങ്ങൾ സങ്കല്പിച്ച് ക്ലാസ് എടുക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഇതിന്റെ മണ്ണിന്റെ കട്ട എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ഫുൾ അതിലിങ്ങനെ എഴുതും. ഞങ്ങളതാ ഞങ്ങളുടെ സ്ഥലമായിരുന്നു എൻ്റെയും അവൻ്റെയും. ഇവിടെ ഞങ്ങൾ മാത്രമല്ല, വിവേക വിശാഖ എല്ലാവരും ഉണ്ടാവും ഇവിടെ. അപ്പം എല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ എഴുതി പഠിച്ച് കളിച്ച് ഒക്കെ നടന്ന ഒരു കാലം. പക്ഷെ അതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെക്കേഷൻ സമയത്ത് ഞങ്ങൾ വീട്ടിലുണ്ടാവില്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെക്കേഷൻ സമയത്താണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കാലം വരുന്നത്. എന്ന് വെച്ചാൽ രാവിലെ 7 മണി മുതൽ ഞങ്ങൾ ട്യൂഷൻ എന്ന് പറഞ്ഞു വിടും. അപ്പോൾ എല്ലാവരും വിചാരിക്കുക എന്താ നെക്സ്റ്റ് അടുത്ത് സ്കൂൾ തുടങ്ങുന്നതിന് മുന്നേയുള്ള ട്യൂഷൻ അതാണല്ലോ. പക്ഷെ ഞങ്ങൾക്ക് അതല്ല. രാവിലെ 7 മണി മുതൽ 8 മണി വരെ ട്യൂഷൻ. 8 മണി ഒരു ഹാഫ് ആൻ അവർ ബ്രേക്ക് ഉണ്ടാവും. 8:30 മുതൽ അടുത്ത് 12 o'clock വരെ ഞങ്ങൾക്ക് ഹിന്ദി ക്ലാസ് ഉണ്ടാവും. മറ്റേ പ്രഥമ, ദൂസരി, രാഷ്ട്രഭാഷ, അങ്ങനെ ഞാൻ സാഹിത്യാചാര്യ വരെ എൻ്റെ ഫസ്റ്റ് വരെ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ക്ലാസ്സിൽ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാൽ പോകണം, നല്ല രസമാണ്. അപ്പോൾ ഒരു 12 മണി കഴിയും. 12 മണി ടു 1 മണി വരെ ബ്രേക്ക്. അടുത്ത 1 മണി മുതൽ അടുത്തൊരു 1.5 മണിക്കൂർ കമ്പ്യൂട്ടർ ക്ലാസ്. അത് തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നടന്ന് കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോകും. ചോർക്ക് രാവിലെ തന്നെ ഞങ്ങൾ വിടണേ. അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ 4 മണി. അന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞങ്ങൾ ഇതിനൊക്കെ പോകുമായിരുന്നു. എല്ലാത്തിനും സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പോകുമായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് വെക്കേഷൻ സമയത്ത് വീട്ടിൽ പിള്ളേരുടെ ശല്യം ഒഴിവാക്കാൻ ഞങ്ങൾ വിട്ടോണ്ടിരുന്നതാണെന്ന്. സമാധാനത്തിന് വേണ്ടി. അത് പിന്നെ മനസ്സിലായ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലിരിപ്പുണ്ട്, ഒരു ഗുണം ഇല്ലാണ്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ കുറെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്. ആദിക്കുട്ടന്റെ കുതിര. പിന്നെ ഇത് ഏതോ ഒരു വെറൈറ്റി മാവാണ്.
പേരെനിക്കറിയില്ല. ഒന്നും അറിഞ്ഞൂടാ. ഇത് ഇവര് മേടിച്ച് നട്ടതാണെന്ന് എനിക്കറിയാം. പിന്നെ ഒരു മിനിറ്റ്, ഇത് വെറൈറ്റി. അയ്യോ ഇത് പ്ലാവ്. ചേട്ടാ ഇത് ഇടരുത്. ചേട്ടാ ഇത് വെറൈറ്റി പ്ലാവ്, വെറൈറ്റി മാവല്ല. പ്ലാവ് മാറിപ്പോയതാ. ശ്രദ്ധിച്ചില്ല. ഇതിട്ടില്ലെങ്കിൽ വേറെ എന്തിടും. അറിയാണ്ട് പറ്റിപ്പോ. ഗൈസ്, ഇതാണ് കുക്കുന്റെ വീട്ടിലെ വെറൈറ്റി മാവ് ട്ടാ. ഇത് മാവല്ല, ഇത് പ്ലാവാണ്. അറിയാണ്ട് പറ്റി. ഇങ്ങനെ ആർക്ക് വേണമെങ്കിലും അബദ്ധം പറ്റുമല്ലോ. ഇത് എവിടെന്ന് മേടിച്ച് നട്ട പ്ലാവാണ്. അത് പക്ഷെ ഇവിടെ തന്നെ ഉണ്ടായ പ്ലാവാണ്. പക്ഷെ അതിൽ ഇതുവരെ ചക്ക ഉണ്ടായിട്ടില്ല. എല്ലാ വർഷവും ഞാൻ വന്ന് നോക്കും, ചക്ക ഉണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ ചക്ക ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഇവര് വാങ്ങി നട്ടത്, എവിടെ നിന്നൊക്കെ മേടിച്ച് നട്ടതാണ്. എവിടെ? ക്യൂ ഇല്ല ഇത്രയും നേരം. എവിടെ? താഴെ ചക്ക. ഇതിന്റെ പേരെന്തായിരുന്നു അമ്മ? അല്ല, ഇത് കുക്ക് പറയുന്നത് നിങ്ങൾ എവിടെന്ന് വാങ്ങി നട്ട മാവാണെന്നാണ് കുക്ക് പറയുന്നത്. വീഡിയോയിൽ അതിനിപ്പോ ഈ മനുഷ്യരെടുത്തിടും. ഗൈസ്, ഇത് ഇവര് എവിടെന്നോ വാങ്ങി. ഇത് പുതിയ വീഡിയോ ഇട്ടാ മതി. വാങ്ങി നട്ട പ്ലാവാണ്. ഇത് നോക്കൂ, ചക്ക. ഇതിന്റെ പേരറിഞ്ഞൂടാ, ഏതോ വെറൈറ്റി. പക്ഷെ ഇത് പെട്ടെന്ന് കാച്ചല്ലോ. എന്തേലും പേരിട്ടോ? രാമൂന്നോ? വിയറ്റ്നാം ലേഡി ആണോ? അല്ലല്ലേ. നമുക്കതുകൊണ്ട് രാമു എന്ന് വിളിക്കാം. മതി, വേണ്ട ഇനി അബദ്ധങ്ങൾ പറഞ്ഞ്. ഇതിനൊക്കെ കായ ഉണ്ടായിരുന്നു. ഇത് റംബൂട്ടാൻ. കായായി 2 റംബൂട്ടാനെ കൊണ്ടുവന്ന് ഇവിടെ നട്ടിട്ട്, പക്ഷെ അവരങ്ങോട്ട് വളരുന്നില്ല. ആർക്കെങ്കിലും ഈ റംബൂട്ടാൻ വളർത്താൻ ഉള്ള എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു തരട്ടെ. അതെന്താ? നല്ല വെയിലുണ്ടല്ലോ റംബൂട്ടാൻ മുതലുള്ളൂ. ഇനി ബാക്കി വാ. ഇനി ഇത് വാഴ. 2 വാഴയായി. 1 വാഴ, 2 വാഴ. അതാണ് ഇനി കാണിക്കാനുള്ളത്. അതെന്താണെന്ന് അറിയോ? അറിയാം. എന്താ? സീതപ്പഴം. കസ്റ്റാർഡ് ആപ്പിൾ. അതല്ലേ സീതപ്പഴം? ആണ് സീതാഫൽ. സീതാഫൽ ജ്യൂസ്. അതന്നെ. അത് ശരിക്കും അപ്പുറത്തെ വീട്ടില് കൊറേ കസ്റ്റാർഡ് ആപ്പിളിന്റെ മരം ഉണ്ടേ. അവിടെ നിന്ന് അതല്ല, അപ്പുറത്തേക്കൊക്കെ ഉണ്ട്. അവിടുത്തെ കസ്റ്റാർഡ് ആപ്പിൾ മരത്തിന്റെ കുരു വീണ് നമുക്ക് മുളച്ച കസ്റ്റാർഡ് ആപ്പിൾ മരമാണിത്. ഇതിലും കസ്റ്റാർഡ് ആപ്പിൾ ഉണ്ടാവാറുണ്ട്. ഇവിടെ കുറച്ച് കറിവേപ്പില, കുറച്ച് സാധനങ്ങളുണ്ട്. നമുക്ക് കറിവേപ്പില വേണ്ടേ? കറിവേപ്പില ഇന്ന് ഒടിച്ച് പുറത്ത് വെച്ചിട്ട് വെള്ളം കളഞ്ഞിട്ട് കവറിലാക്കണം, അല്ലെങ്കിൽ ഉണങ്ങിപ്പോകും. പൊട്ടിക്കട്ടെ? ഇങ്ങനെ പൊട്ടിക്കും. ഇത് വെള്ളം ഇല്ലാണ്ട് ഫ്രിഡ്ജില് മറ്റേ ട്രാൻസ്പെറന്റ് ആയ പാത്രത്തിൽ ഇട്ട് വെച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. 2 മാസം നമുക്ക് അവിടെ നിന്ന് കുറച്ച് വെജിറ്റബിൾസും കൂടെ പൊട്ടിച്ചെടുക്കാം. എന്തിന്? വീട്ടിൽ കൊണ്ടുപോകാൻ. വെറുതെ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് കളയാനല്ലേ? അല്ല, നാളെ കറിവേപ്പില കുറച്ചെടുക്കുക. അത് ആകെ വീട്ടിൽ ഇത് മതി. അത് അവിടെ ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കിന് ഇതൊന്നും അറിയാത്തോണ്ട് അമ്മേനെ കൂട്ടി ചെയ്യുന്നു. കുക്കുവിന് സ്റ്റിച്ച് ഇടാനും. ഇത് വേണോ? ഇതായോ? ഇവക്ക് ചൊറിയോ എന്ന് ചോദിക്കുന്നു. അഹങ്കാരം. അതിന്റെ ബാക്കിലൊരു വലുതുണ്ടെന്നോ? ഇതാണോ? ഇതായോ? അതിന്റെ ബാക്കിൽ ഇത് വിരിയോ അല്ലേ? ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒന്നും. പക്ഷെ ഇത് വിരിഞ്ഞല്ലോ. നാളെ അമ്മയ്ക്ക് എടുക്കാമല്ലോ. ഇന്ന് ഇറക്കണോ? അത് കത്തി വെച്ച് ഇറക്കണ്ട, അതിന് പൊട്ടിച്ചെടുത്താൽ മതി. എന്റെ കുക്കു, നീ അത് കത്തി വെച്ച് അറുത്തോ? ഇല്ല, ഞാൻ അറുത്തിട്ടില്ല. കണ്ടോ, ഈ പപ്പായ്ക്ക് എന്തെങ്കിലും രോഗമാണോ? അപ്പുറത്തെ വീട്ടിലെ പപ്പായ്ക്ക് കൊല കുത്തി പൂ വന്നു. അറിയില്ല. ആ ഒരു ചീര കൊണ്ട് എന്ത് ചെയ്യാനാ നിനക്ക്? ചീര വെച്ച് ഞാൻ കറി ഉണ്ടാക്കും. ഈ ഒരു ചീര കൊണ്ടോ? ഇനിയും ചീര ഉണ്ടാവും. ഉണ്ടാക്കി വീട്ടിലെ ഫ്രഷ്ലി ഗ്രോൺ ചീര ഫുൾ നമുക്ക് കഴുകി എടുക്കാം. ഈ ചീര എടുക്കാൻ പറ്റുമോ? കട്ട് ചെയ്തെടുക്കാം. ചേട്ടായിക്ക് പറഞ്ഞുകൂടാൻ തോന്നുന്നു. കുരുമുളക് ഉണ്ടായിരുന്നത് പച്ചക്കുരുമുളക് വേണോ? എന്തിന്? മീൻ വറുക്കാൻ. പിന്നെ കണ്ടോ,
മുരിങ്ങയിലുണ്ട്, ചീരയുണ്ട്, ബ്രിഞ്ചോളുണ്ട്. അഗസ്ത്യപ്പൂ അമ്മയ്ക്ക് കൊടുത്തിട്ട് പോവാം. ഒരു പൂ ചെവിയിൽ വെക്കാനാ? അല്ല, അമ്മ നാളെ